ഹോർമുസ് കടലിടുക്കിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഒമാൻ പുതിയ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തർക്ക വിഷയങ്ങളൊക്കെ നടക്കുന്നതും ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമേഷ്യൻ സംഘർഷ വിഷയത്തിൽ പുതിയൊരു നീക്കം ഇതാണ്. ഇനി മുതൽ അവിടെ നിർബന്ധിത പിരിവ് വേണ്ട, പകരം സ്വമേധയാ ഫീസ് നൽകാം. കപ്പലുകൾ അങ്ങനെ ഫീസ് നൽകട്ടെ. ഒമാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് GCC രാജ്യങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിച്ചു. മലാക്ക കടലിടുക്ക് മാതൃകയാണ് ഇവിടെ ഒമാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ നിർബന്ധിതമായ പിരിവുകളൊന്നുമില്ലാതെ സന്നദ്ധ സംഭാവനകളോടെയാണ് അവിടെ കടലിടുക്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമാനമായ നീക്കം ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. പക്ഷേ അവിടെ ഇറാൻ്റെ നിലപാടാണ് വെല്ലുവിളിയാവാൻ പോകുന്നത്. എന്താണ് നീക്കം? വിശദമായി പരിശോധിക്കാം. അജയ് സുധാബിജു ചേരുന്നുണ്ട്. അജയ്, മലാക്ക കടലിടുക്ക് മാതൃക ഹോർമുസിൽ വരുമോ എന്ന ചോദ്യത്തിന് പ്രധാന ഉത്തരം നൽകേണ്ടത് ഇറാനാണ്. ഇറാൻ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇറാൻ എന്തായാലും നിലവിൽ ഇത്തരമൊരു നിർദ്ദേശത്തെ തള്ളിയിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള കാസം ഗരീബാബാദിയാണ് ഇപ്പോൾ നിലവിൽ ഇത് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിനൊരു ന്യായീകരണമായി ഇറാൻ പറയുന്ന ഒരു വാദം, ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന മേഖല ഇറാന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് തിരിച്ച് പോകുന്ന, അതായത് അറബിക്കടലിലേക്ക് ഉള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒമാന്റെ ഒരു കൺട്രോളിലുള്ള ഭാഗവുമാണ്. അപ്പോൾ ഇറാന്റെ ഒരു കൺട്രോളിലുള്ള ഭാഗത്തിലൂടെ പ്രവേശിച്ച് ഒമാന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തിലൂടെ ഇറങ്ങുന്നത് അത് ഒരിക്കലും ഇറാന്റെ പങ്കില്ലാതെ നടക്കില്ല. അതുകൊണ്ട് ഇത്തരമൊരു നിർദ്ദേശത്തെ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇറാൻ എന്തായാലും പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയും ഇത്തരമൊരു നിർദ്ദേശത്തെ അനുകൂലിക്കാൻ വഴിയില്ല. കാരണം ഒരു US ഉദ്യോഗസ്ഥൻ CNN വേൾഡിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്, ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഫീസോ അല്ലെങ്കിൽ ടോളോ ഈടാക്കാൻ പാടില്ല. അത്തരമൊരു നിർദ്ദേശമൊന്നും US അനുവദിക്കില്ല എന്നുമാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇപ്പോൾ US-ന്റെ ഔദ്യോഗിക നിലപാടും ഇത്തരത്തിൽ തന്നെ ആകാനാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ ഒമാനാണ് ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഇത്തരമൊരു നിർദ്ദേശം, അതായത് മലാക്ക കടലിടുക്കിന് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ഹോർമുസ് കടലിടുക്കിലെ പണപ്പിരിവ് നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് മേഖലയിലുള്ള ചരക്ക് ഗതാഗതം സുഗമമായി നടക്കാൻ വേണ്ടിയിട്ടാണ് ഒമാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. ഒമാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, കപ്പലുകളിൽ നിന്ന് നിർബന്ധിതമായി ഒരു ടോളൊന്നും ഈടാക്കേണ്ട ആവശ്യമില്ല. പകരം കപ്പലുകൾക്ക് സ്വമേധയാ ഒരു ഫീസ് മേഖലയിൽ നൽകേണ്ടി വരും. ഇതൊരിക്കലും നിർബന്ധിതമാകില്ല. കപ്പലുകൾക്ക് അവരുടെ ചരക്കിൻ്റെ ലാഭത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് നൽകാം. ഈ മേഖലയിൽ നമ്മളിപ്പോൾ ഇതിനെ ഈ മലാക്ക കടലിടുക്കുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, മലാക്ക കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇപ്പോൾ നിലവിലുള്ളത് ഇന്തോനേഷ്യ, മലേഷ്യ, അതുപോലെ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്കാണ്. അവിടെ കപ്പലുകൾ സ്വമേധയാ നൽകുന്ന ഈ ഒരു ഫീസ് പ്രധാനമായിട്ടും ഈ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്കാണ്. അതായത് ഒന്ന് നാവിഗേഷൻ, അതുപോലെ മറ്റൊന്ന് പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. അതായത് മേഖലയിലെ സുരക്ഷ തന്നെയാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. സുരക്ഷിതമായിട്ട് മേഖലയിലൂടെയുള്ള ഗതാഗതം നടത്തിക്കൊണ്ടുപോവുക, എന്തെങ്കിലും അപകടമുണ്ടായാൽ മേഖലയിലുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ പോലെയുള്ള ഓപ്പറേഷൻസ് നടത്തുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, മേഖലയിലൂടെ ചരക്ക് ഗതാഗതം നടത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന പരിസ്ഥിതി നാശം, ഇവയ്ക്കുള്ള സംരക്ഷണം, ഈ ഒരു 3 കാര്യങ്ങൾക്കാണ് ഈ ഫണ്ട് നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ GCC രാജ്യങ്ങൾക്ക് നൽകുന്ന ഫണ്ട് ഉപയോഗിക്കാം എന്നാണ് ഒമാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം. ഈ ഒരു കാര്യം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ യോഗത്തിൽ ഒമാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. അതത് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് GCC രാജ്യങ്ങൾക്കും ഇത്തരമൊരു നിർദ്ദേശം സ്വീകാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് കാരണം എല്ലാ രാജ്യങ്ങൾക്കും വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് മാത്രമാണ് ഇതിൽ നിന്ന് കുറച്ചെങ്കിലും കരകയറാനായത്. അവർക്ക് പ്രത്യേക പൈപ്പ് ലൈൻ വഴി വാതകമൊക്കെ ചെങ്കടലിലേക്ക് എത്തിച്ച് അതുവഴി അവർക്ക് ഗതാഗതം നടത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം നിലവിൽ വന്നതോടെ അത് കൂടുതൽ GCC രാജ്യങ്ങൾ ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ ഒരു പച്ചക്കൊടി കാണിക്കേണ്ടത് ഇറാൻ തന്നെയാണ്. ഇറാൻ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് തള്ളുകയാണ് ചെയ്തത്. അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നത്. അവിടെ ഒമാന്റെ നിർദ്ദേശം ഇറാൻ തള്ളുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഹോർമുസിൽ ഒരു സ്വതന്ത്ര സംവിധാനം നടപ്പിലാവണ്ടേ? എങ്ങനെയാണ് ഹോർമുസ് എന്ന തന്ത്രപ്രധാനമായ ആ ലോക രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബന്ധിപ്പിക്കുന്ന ആ
ഇടനാഴിയിൽ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്ന ചോദ്യം. അപ്പോൾ ഇറാൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ GCC രാജ്യങ്ങൾക്ക് കഴിയുമോ? എന്തായാലും മലാക്ക മാതൃക അവിടെ നടപ്പിലാകുമോ? കപ്പലുകൾ സ്വമേധയാ പണം നൽകി അവിടെ കടലിടുക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അവിടെയെങ്കിൽ പശ്ചിമേഷ്യൻസ് പോലെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ലോകക്രമങ്ങളെ കാര്യമായി ബാധിക്കാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുമാകുമെന്നതാണ്. എന്തായാലും നിർബന്ധിത പിരിവുകൾ വേണ്ട എന്ന ഒമാന്റെ പ്രപ്പോസൽ എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്നത് കണ്ടറിഞ്ഞ് കാണും.